അസ്സലാമലൈക്കും, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിന്നിവിടെ അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മളിത് പച്ചരി വെള്ളത്തിൽ കുതിർത്തി അരച്ചിട്ട് ഇത് ഉണ്ടാക്കാറുണ്ട്. അരിപ്പൊടി വെച്ചിട്ട് നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് കലത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്ത് അളന്ന് വെച്ചിട്ടുണ്ട്. ഈ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ് ഈ കപ്പിൻ്റെ അളവ്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് നൈസ് പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ 1 കപ്പ് അരിപ്പൊടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിപ്പൊടി അളന്നെടുത്ത ആ സെയിം കപ്പിൽ തന്നെ 1.25 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം കൂടി പോകാതെ നോക്കുക. കറക്റ്റ് 1.25 കപ്പ് വെള്ളം മാത്രം മതി നമുക്കിതിലേക്ക്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചോറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് ജീരകമാണ്, ചെറിയ ജീരകം. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു 2 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 200 ഗ്രാമോളം വരും. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ ശർക്കര വെച്ച് കൊടുത്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ശർക്കരയുടെ ചൂട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ മാവിലേക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഈ ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ചൂടോട് കൂടി തന്നെ ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. എന്നാലും നമുക്ക് നല്ല ആരെടുത്തുള്ള കലത്തപ്പം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 നുള്ളു സോഡാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി കൂടി പോകരുത്, ഒരു 2 നുള്ളു ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ വെളിച്ചെണ്ണ ഈ കുക്കറിൻ്റെ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചെറിയ ഉള്ളി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് തേങ്ങാക്കൊത്തും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ തേങ്ങാക്കൊത്തും ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാക്കൊത്തും ഉള്ളി നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. കുക്കർ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്ന പോലെ, ചെറിയ കുമിളകൾ വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് നമുക്ക് ഈ കുക്കർ അടച്ചു കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നമുക്ക് ഈ വിസിലങ്ങ് എടുത്ത് മാറ്റിയേക്കാം. നമ്മൾ ഈ കുക്കർ അടച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്തുനിന്ന് ഇതുപോലെ ആവി വരുന്നത് കാണാൻ പറ്റും. ഇതുപോലെ ചെറിയ വെള്ളത്തുള്ളികൾ പോലെ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആവി നല്ലപോലെ വന്നതിന് ശേഷം ഒരു 3 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. എന്നാലേ നമുക്ക് അകമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ.
അപ്പോൾ ഇനി ഇതാ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ കുക്കർ തുറന്ന് നോക്കരുത്. ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ട് വേണം നമ്മളിത് കുക്കർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം വേണം നമ്മളിതുപോലെ കുക്കറിൽ നിന്ന് ഇത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കലത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ലേ, നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് കലത്തപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിവശമാണെങ്കിലും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം.